ഇവിടെ പൂവ് ഇപ്പം വീണ്ടും മുല്ലപ്പൂ കുറേയൊക്കെ ഉണ്ട്. ഒരാൾക്ക് വെക്കാനുള്ള ഒരു മുഴത്തിന് കൂടുതലൊക്കെ ചിലപ്പം കാണും. അപ്പം കുറച്ചൊക്കെ ഞാൻ കുഞ്ഞിന് അവൾക്ക് ഇത്തിരി മതി. അപ്പം ബാക്കിയൊക്കെ ഇവിടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ വന്നിരുന്നു. അതായത് അവരുടെ അമ്മൂമ്മ അംഗനവാടി ടീച്ചറായിരുന്നു. അപ്പോൾ റിട്ടയർമെൻറ്റ് ആ ഒരു സമയമാണ്. അപ്പം റിട്ടയറായിട്ട് ആളുകളെല്ലാം വീട്ടിൽ കൊണ്ടുവരുമല്ലോ, വണ്ടിയിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഈ ആളുകളൊക്കെ ആയിട്ട് നമ്മുടെ വാതിക്കലാണ് വണ്ടി നിന്നത്. അപ്പോൾ അങ്ങോട്ട് വന്ന സമയത്ത് ഞാനിങ്ങനെ ഈ പൂ പറിച്ചുകൊണ്ടിരിക്കുക. വേറൊരു കുട്ടിയുണ്ട്. അപ്പം ഈ കുട്ടി എന്നെ ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന പൂ കണ്ടിട്ട് നമ്മളൊരുപാട് ആഗ്രഹത്തോടു കൂടി നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നെ നോക്കുന്നുണ്ട്, കയ്യിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കണമെന്നുണ്ട് കുട്ടിക്ക്. പക്ഷേ ഒരു മടി നമുക്കൊക്കെ ഫീൽ ചെയ്യണം. ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലോ മോശമല്ലേ, ചോദിക്കണം, വേണമെന്ന് താനും ഭയങ്കര ആഗ്രഹമുണ്ട് അത് വേണമെന്ന്. എനിക്കത് ആ കുട്ടിയുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു പൂ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ ആർക്കെങ്കിലും പൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകിൽ അവർക്കത് ഇഷ്ടമാണെന്ന് അറിയാവുന്നവർക്കേ ഞാൻ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഇഷ്ടമാണോ എന്നിട്ടേ കൊടുക്കുള്ളൂ. കാരണം നമ്മളതൊരു ഇഷ്ടത്തോടു കൂടി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമില്ലാതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു പൂ ഇഷ്ടമാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തോട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നീട്ടി ഞാൻ അത് ആ കുട്ടിക്ക് കൊടുത്തു. അപ്പം കുറച്ചുകൂടെ അത് നിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനതെല്ലാം നമ്മുടെ ചെറിയ തൊട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ കൊടുത്ത് പുള്ളി ഹാപ്പി. അപ്പം കൂടുള്ള ഒരാളുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വരുന്ന മിക്കവാറും അവൾക്ക് ഞാൻ കൂടുതൽ കൊടുക്കാറുണ്ട്. ഒത്തിരി പ്രാവശ്യം പൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അന്നത്തെ ദിവസത്തെ പൂവ് മോള് വെക്കാൻ സമ്മതിച്ചില്ല, വാടിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാനതെടുത്തു. ഇന്നത്തേക്ക് ഇവൾ വെച്ചിട്ടില്ല, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് തലയിൽ വെച്ച് കൊടുത്തു. അപ്പം 2 പേരും ഹാപ്പി. എന്നിട്ട് നാളെ പറഞ്ഞാൽ നാളത്തത് തനിക്ക് തന്നേക്കാൻ കൊച്ചേ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ദിവസം. പിന്നെ ആ കുട്ടി വന്ന് ഇന്നലെയൊക്കെ അവൾക്കാണ് കൊടുത്തത്. അപ്പോൾ കൊടുക്കുമ്പോഴെല്ലാം ഒരു 10-12 പൂ ഞാൻ വെച്ചിരിക്കും മുട്ട്. കാരണം അത് മതി എൻ്റെ മോൾക്ക് തലയിൽ വയ്ക്കാൻ. ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലുമൊക്കെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കും. ഇന്നും കുറച്ചുണ്ട്. ഇന്ന് ഞങ്ങൾ പത്രം എടുക്കാൻ പോകുന്ന വീട്ടിൽ കുറച്ച് കൊടുക്കും. കാരണം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് മിക്കവാറും പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഞങ്ങൾ സ്ഥിരം വർത്തമാനം പറയുന്നവരുണ്ട്. ആ വീട്ടിൽ ചേച്ചിക്കും കുറച്ച് കൊടുത്ത് അങ്ങനെ 2 എടുത്ത് കൊടുത്ത് ബാക്കിയുള്ളത് ഞാൻ എല്ലാം എടുത്തിട്ട് സന്ധ്യയ്ക്കെല്ലാം പറിച്ചെല്ലാം വെച്ചിട്ട് കെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂവിൻ്റെ കാര്യം അങ്ങനെ നടക്കുന്നുണ്ട്. മഴയും കൂടെ ഇടയ്ക്കൊക്കെ പെയ്യുന്നതുകൊണ്ട് തളുത്ത് അത്യാവശ്യം മുട്ടുകളുണ്ട്. മുകളിലാണ് നമ്മൾ തോട്ടി കൊണ്ട് പറിച്ചെടുക്കണം എന്നോ ഒറ്റ കാര്യമുള്ളൂ. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ട്. അങ്ങനെ മുല്ലപ്പൂ ഉണ്ട് എല്ലായിടം വീട്ടിലൊക്കെ. അത്യാവശ്യം ഈ ഒരു ടൈമിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചെന്നപ്പോൾ വലിയൊരു പൂവുണ്ടല്ലോ, അടുക്കായിട്ടുള്ള മുല്ലപ്പൂവുണ്ട്. അത് 2 ടൈപ്പുണ്ട്. ഒന്ന് വലുതായിട്ട് അപ്പോൾ അത് 2-3 ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വരുള്ളൂ എന്തോ. വലിയൊരു പൂവാണ് അത്. നമുക്ക് ഒരു പൂവായിട്ട് വെച്ചാലും മതി, അത്ര വലുപ്പമാണ്. അതിങ്ങനെ നമ്മൾ മാലയൊന്നും കെട്ടാറില്ല, അത് ഒരെണ്ണമായിട്ടൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഒരെണ്ണമുണ്ട് ഈ ഒരു ഇടത്തരം, അതായത് അടുക്കുമുല്ലയാണ്. ഒരുപാട് ഇതളുകൾ കാണും, പക്ഷെ നമുക്കിതുപോലെ സാധാ മുല്ലപ്പൂ കെട്ടുന്നത് പോലെ കെട്ടി വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ പൂവുണ്ട്. അത്തിരി പൂവായിരുന്നു എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഓരോ ചരുവത്തിലാണ് അമ്മ ഇങ്ങനെ പൂ പറിച്ച് വയ്ക്കുന്നത്. ഇവിടെ പിന്നെ സാധാ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ മുല്ലയാണുള്ളത്. മുല്ലകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ എനിക്കൊരു പിച്ചി ഉണ്ടായിരുന്നു, നന്നായിട്ട് പൂവൊക്കെ പിടിച്ചു വന്നത്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, അതങ്ങ് നശിച്ചുപോയി. ഇനിയും കുറച്ച് നമുക്ക് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ 4 വശം നടക്കണം. ഇത്തിരിയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ എല്ലാം ചെയ്ത് പിന്നെ എൻ്റെ ചെടിച്ചട്ടികളിലൊക്കെ വീണ്ടും ചെടികളൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇവൾ ഇത്തിരി കൂടെ ആവുമല്ലോ. അല്ലെങ്കിൽ എല്ലാത്തിനെയും പോയി തല കുറച്ചുകൊണ്ട് വരും. താഴെയൊക്കെ കുറേ മുട്ടുകൾ വരുന്നുണ്ട്. എല്ലാം പോയി ഞാൻ പൂ പറിക്കുന്ന സമയത്ത് അവളുടെ വിശ്വാസം ഇതെല്ലാം പറിക്കാനുള്ളതെന്ന് അതെല്ലാം പറിച്ചുകൊണ്ട് തരും. പറയാനല്ലേ പറ്റുള്ളൂ, അവൾക്കറിയില്ലല്ലോ. പിന്നെ താഴെയൊക്കെ ഉള്ള മുട്ടാണെങ്കിൽ ഞാൻ ഇട്ട് പറഞ്ഞു കൊടുക്കണം, ഇതെടുക്കും. ഇപ്പം മുകളിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ വലിയ മുട്ട് നോക്കുമ്പോൾ അവൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ പറിച്ച് തരും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അമ്മ എടുത്തോ എടുത്തിട്ട് അവളെ കൊണ്ട് മുട്ട ഓരോന്നും പറിച്ചെടുക്കണം. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്.
അങ്ങനെയൊക്കെയാണ് മുല്ലയുടെ ഒരു സീസൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എടുത്തുകൊണ്ടല്ലോ നമ്മളിതൊക്കെ വാങ്ങിച്ച് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്, അവളുടെ തലയിൽ വയ്ക്കും. അതാണ് പൂവിൻ്റെ വിശേഷം. ഓക്കെ.